മലയാളത്തിലെ സോ കോൾഡ് പ്രമുഖ റിവ്യൂവേഴ്സിനൊക്കെ എടുത്ത് കാട്ടിക്കളയാൻ സമയമായി എന്ന് എനിക്ക് തോന്നിയൊരു സിനിമയാണ് ദൃഢം. ദൃഢം എന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ചൊരു പടമായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ ഓവറോൾ ഇന്റർനെറ്റിൽ വന്നേക്കുന്ന റിവ്യൂസ് അത്ര എന്താ പറയുന്നത് ഒരു എൻകറേജിങ് അല്ലാത്ത റിവ്യൂസ് ആയതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ച്, കാരണം അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച അതിരടിയും കറുപ്പും ദൃശ്യമൊക്കെ റിലീസ് ആവുന്നതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ കാണാതെ പോയൊരു പടമാണ് ദൃഢം. പിന്നെ OTT ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ടൈം എടുത്തു. ഞാൻ ദൃഢം ഒന്ന് ഒരു ദിവസം വേറെ ഒരു രീതിയിലുള്ള പ്ലാനും ഇല്ലാത്തൊരു ദിവസം വീട്ടിൽ ഇരുന്ന് ഞാനത് പ്ലേ ചെയ്തു. ക്രെഡിറ്റ് സീൻ സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ എന്റെ വൈഫ് വന്നിട്ട് എന്റെ കൂടെ ഇരുന്നു. പുള്ളിക്കാരിയും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം അതിന്റെ ഒരു ഇൻട്രീഗ്, തുടക്കം തൊട്ടേ ഒരു ഇൻട്രീഗ്, ഒരു പോലീസ് ഓഫീസർ സ്റ്റേഷനിലേക്ക് വരുന്നതൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ പുള്ളിക്കാരി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. പുള്ളിക്കാരി എന്റെ കൂടെ ഇരുന്നു. ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് ഫുൾ പടം ദൃഢം തുടക്കം തൊട്ട് എൻഡ് വരെ കണ്ടു തീർത്തിട്ട് ഞങ്ങൾക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പടം കൊള്ളാലോ, ഈ പടം എങ്ങനെ ഞാൻ മിസ് ചെയ്തു, തിയേറ്ററെ മിസ് ചെയ്തു എന്ന് മാത്രമല്ല OTT ഇറങ്ങിയ ദിവസം തന്നെ കാണേണ്ട ക്വാളിറ്റിയുള്ള ഒരു പടമായിരുന്നു. അത് ഞാൻ OTT തന്നെ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ദൃഢം ഞാൻ ഇരുന്ന് കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം, നല്ല പടമായിട്ട് ഞാൻ ഇതെങ്ങനെ മിസ് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് അങ്ങനെ അത്ര നല്ല അഭിപ്രായം വരാതിരുന്നതെന്ന് വെച്ച് ഞാൻ കോക്ക് ദൃഢത്തിനെ കുറിച്ച് മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്ന റിവ്യൂ ഒക്കെ ഞാൻ ഒന്ന് എടുത്ത് കണ്ടു നോക്കി. പുള്ളി ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയാന്ന് പറയില്ലേ, ഇതിനകത്ത് ഡയലോഗുകൾ ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. ശോഭി തിലകനെ പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പൊ പുള്ളി ശോഭി തിലകന്റെ കുറെ കുറ്റങ്ങൾ, പിന്നെ ആർക്കും വയ്യ, സ്റ്റേഷനിൽ ആർക്കും വയ്യ, പോലീസ് സ്റ്റേഷന് വയ്യ, ഇവർക്ക് വയ്യ, മറ്റവർക്ക് വയ്യ, എല്ലാം കൊണ്ടും പടം വളരെ മോശമായിട്ടുള്ളൊരു പടമായിട്ടാണ് ഈ കോക്കിന്റെ ദൃഢത്തിന്റെ റിവ്യൂവിൽ പുള്ളിയാണ് ചിത്രീകരിച്ചേക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് ദൃശ്യം 3 എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ദൃശ്യം 3യുടെ അവസ്ഥ എന്താണെന്ന്. പുള്ളി ദൃശ്യം 3യെ കുറിച്ച് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ സംഭവം ഇറുക്ക് എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് ദൃശ്യം 3യെ കുറിച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന സിനിമകളെ കുറിച്ച് പ്രമുഖ റിവ്യൂവേഴ്സ്, ഇപ്പൊ അവരുടെ കയ്യിലാണല്ലോ മലയാള സിനിമയുടെ ഗതി, അവരാണല്ലോ നിർണ്ണയിക്കുന്നത് അപ്പൊ ഹിറ്റ് ആവോ ഫ്ലോപ്പ് ആവോ എന്നുള്ളത്. അപ്പോൾ ഇത് വലിയ പടങ്ങളെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബാധിക്കില്ല. ഇപ്പൊ ദൃശ്യം 3യെ കുറിച്ച് പുള്ളി നല്ലതാന്ന് പറഞ്ഞാലോ ചീത്തയാന്ന് പറഞ്ഞാലോ അതിനെ ചിലപ്പോൾ കാര്യമായിട്ട് ബാധിക്കില്ല. പക്ഷേ ഈ ചെറിയ സിനിമകളുണ്ടല്ലോ, നമ്മൾ കാണാൻ ഫെൻസിലിരിക്കുന്ന, അതായത് നമ്മൾ ചിലപ്പോൾ നല്ലതാന്ന് കേട്ട് കഴിഞ്ഞാൽ പോയി കാണാൻ ചാൻസ് കൊടുത്തിരുന്ന പടങ്ങൾക്ക് ഈ റിവ്യൂവേഴ്സ് ഇങ്ങനെ ഭയങ്കര മോശം റിവ്യൂസ് പറയുമ്പോൾ നമ്മളത് കുറെ കാലത്തേക്ക് വേണ്ടാന്ന് വെക്കും. പിന്നെ നമ്മൾ ഈ സാധനം OTT കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ദൃഢം ആക്ച്വലി നല്ലൊരു പടമാണ് എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് എൻഡ് വരെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുത്താൻ പറ്റുന്ന, അതിന് ഫ്ലോസ് ഉണ്ട്, ഈ പടത്തിന് ഫ്ലോസ് ഇല്ലാന്നൊന്നും ആരും പറയുന്നില്ല, പക്ഷെ അതൊക്കെ നമുക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്ന ഫ്ലോസ് ആണ്. കാരണം ചെറിയ പടമാണ്, പുതിയ ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ടറാണ്, ദൃശ്യം 2ന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, മാർട്ടിൻ ജോസഫ് ഡയറക്ട് ചെയ്ത പടമാണ്. ഷെയ്ൻ നിഗം വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷെയ്ൻ നിഗത്തിന്റെ പേഴ്സണൽ ലൈഫിൽ പുള്ളി പണ്ട് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂസ് ഇതൊന്നും അത്ര എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ആക്ടറൊന്നും അല്ല ഷെയ്ൻ നിഗം. പക്ഷെ പുള്ളി എന്നെ സർപ്രൈസ് ചെയ്തു. ഈ പടത്തിൽ പുള്ളി എന്നെ സത്യം പറഞ്ഞ ഒരു ചെറിയ രീതിയിൽ ഫാൻ ആക്കി തന്നെ പറയാം. പുള്ളി നല്ല ടാലന്റ് ആയിട്ടുള്ള ആക്ടറാണ്. എനിക്ക് പേഴ്സണാലിറ്റി വെച്ച് പുള്ളി അത്ര ഇഷ്ടം അല്ലെങ്കിൽ പോലും അതൊന്നും എന്റെ സിനിമ ആസ്വാദനത്തിന് അത് ബാധിക്കേണ്ട ഒരു രീതിയിലുള്ള കാര്യം. കോക്കിന്റെ ദൃഢത്തിന്റെ കോമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേർക്ക് ഈ പടം ആക്ച്വലി വർക്ക് ആയിട്ടുണ്ട്. ഈ പടം കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. OTT ഡെഫിനറ്റ്ലി വർത്ത് എ വാച്ച്. ഫ്ലോസ് ഇല്ല എന്നല്ല, പക്ഷേ എല്ലാ പടങ്ങൾക്കും ഫ്ലോസ് ഉണ്ട്. ദൃശ്യമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദൃഢമൊക്കെ എത്രയോ സുപ്പീരിയർ മൂവിയാണ്. എന്നിട്ട് നമ്മൾ ദൃശ്യത്തിനോട് 235 കോടി 240 കോടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൃഢത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കാം. താങ്ക് യു.